നോക്കൂ, ഇതിനെ രണ്ട് രീതിയിലാണ് ഞാൻ കാണുന്നത്. അതായത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനോ ഉള്ള ഒരു പൗരന്റെ അധികാരത്തെ അല്ലെങ്കിൽ അവകാശത്തെ ഹനിക്കരുത് എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം. ആ സന്ദേശത്തിൽ ഒരു യുക്തിയുണ്ട്. അത് നിയമപരമാണ്. അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് അത്തരം നിലപാടുകൾ കോടതികൾ സ്വീകരിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ് എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും കോടതികൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിന് ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു വിമർശനത്തിനപ്പുറത്തേക്ക് ഈ കെമിക്കൽ കുങ്കുമം ശബരിമലയുടെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്രദേശങ്ങളിൽ കെമിക്കൽ കുങ്കുമം വിതരണം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ ഹൈക്കോടതി പറഞ്ഞത്, ഈ ഇത്തരത്തിലുള്ള കെമിക്കൽ കുങ്കുമം വെക്കുന്ന ആളുകളുടെ വീട്ടിൽ ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ അവർക്ക് അത് കൊണ്ടുപോയിട്ട് അവരുടെ ദേഹത്ത് പൂശിക്കോളൂ എന്നുള്ള ഒരു പരാമർശം ഹൈക്കോടതി ഭാഗത്തുണ്ടായി. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായും കാണുന്നു. ഈ കോടതികൾ അവരുടെ മുന്നിൽ വരുന്ന കേസുകളുടെ മെറിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്നതിനോടൊപ്പം ഈ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിവാക്കരുത്, ഞങ്ങൾ അസാധാരണമായിട്ടുള്ള ഞങ്ങളുടെ ഈ അധികാരം ഉപയോഗിക്കേണ്ടി വരും, വോട്ടർ പട്ടികയിൽ ചേർക്കണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി നിർത്തണം എന്നൊക്കെ പറയുന്നത് ുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. സത്യത്തിൽ ഈ മുട്ടടയിലെ ഈ ഒരു വിവാദം എന്ന് പറയുന്നത് സാങ്കേതികമായി മാത്രമല്ല നിയമപരമായി തന്നെ അതിന് ഒരു സാങ്കത്യം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ആ കോർപ്പറേഷൻ പരിധിയിലെ ഒരു വോട്ടർ ആയിരിക്കണം, കൃത്യമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ പറയുന്ന രീതിയിലുള്ള ജനപ്രാതിനിധ്യ നിയമങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥിരം വോട്ടർ ആയിരിക്കണം, ഒരു സ്ഥിരം വിലാസം അതിൽ കാണിക്കണം. അപ്പൊ ഇത്തരം സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഭരണാധികാരിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷന് അല്ലെങ്കിൽ ഈ അതോറിറ്റികൾക്ക് ഇവരുടെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉൾപ്പെടെ നിഷേധിക്കാനുള്ള ഒരു അധികാരം നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അത് ഏത് അസാധാരണ നീക്കത്തിലൂടെ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുകയുമില്ല. പക്ഷേ ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 18 എന്ന് പറയുന്ന ഒരു വാർഡിൽ 18 എന്ന് പറയുന്ന ഒരു TC, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ വീട്ട് നമ്പർ പ്രകാരമുള്ള ഒരു വീട്ടിൽ ഇവർ താമസമില്ല എന്ന് ആ വീട്ടുകാരൻ അറിയിക്കുമ്പം സാങ്കേതികമായിട്ട് ജില്ലാ കളക്ടർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വില്ലേജ് ഓഫീസറിനോ അല്ലെങ്കിൽ ഈ BLOക്കോ ഒക്കെ ഇവരെ നീക്കം ചെയ്യേണ്ടി വരും. ഇവർക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കേണ്ടി വരും. അത് ഈ നിയമപരമായിട്ടും കോർപ്പറേഷനെ നമുക്ക് ന്യായീകരിക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ ഒരു നിലപാട് ജനാധിപത്യപരമായിട്ട് അതിനെ ഉൾക്കൊള്ളേണ്ടി വരും. എന്നാൽ അമിതമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം അതിൽ നിന്ന് ഹൈക്കോടതി വിട്ടു നിൽക്കേണ്ടതായിരുന്നു. ഒരാളെ മത്സരിപ്പിക്കണം, നിർബന്ധമായിട്ടും ഇയാൾ സ്ഥാനാർത്ഥിയാക്കണം, യുവതിയാണ്, 24 വയസ്സുകാരിയാണെന്നൊക്കെ കോടതി പറഞ്ഞിട്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെ പറയുന്നത് ജനാധിപത്യത്തിൽ അതും ഭൂഷണമല്ല. അപ്പൊ രണ്ട് രീതിയിൽ ആണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.